ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കാണ്. മോന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് പെട്ടെന്നല്ല നമുക്ക് വീഡിയോ എടുക്കാണ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ല അങ്ങോട്ട് അയ്യടാ, നമ്മൾ നാളേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഇത് കൊണ്ടുപോകുന്നതല്ലൊക്കെയാണ്. ഈ നൂഡിൽസ് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. ഇതിന് നന്നായിട്ട് വേവുണ്ട് തോന്നും. അപ്പം അതിൻ്റെ പിന്നെ പൊടി ഇതാണ്, മറ്റേതിൻ്റെ പൊടി ഇതാണ്. അപ്പം നമുക്കും കൂടി വേണത്. അപ്പം എനിക്കിത് പോരാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഫോണിൽ എന്തോ ഒരു സൗണ്ട് കുറവുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതും കൂടി ഇട്ട് കൊടുത്താലോ? അയ്യോ, നാളെ നമുക്കിതൊന്നും വേണം. നമുക്ക് നാളെ മീനൊക്കെ ഉണ്ടാവില്ലേ? മീനുണ്ടാവും, നമ്മളെല്ലാം വാങ്ങിച്ച് കഴിക്കും. അപ്പം നമ്മൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നൂഡിൽസ് തിളക്കട്ടെ. അതൊക്കെ കളപ്പണിയൊക്കെ ഇല്ലേ? ഇത് എന്ത് വരുമ്പോൾ തോനെയാവോ പഠിച്ചോനെ. അപ്പം നമ്മൾ മേഗി ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുത്താലോ? നമ്മളിത് പൊടി ഇടുന്ന കേട്ടോ. നമ്മൾ പൊടി ഇടുന്നുണ്ട്. എൻ്റെ മോനിരേ ക്രിക്കറ്റ് കാണുകയാണെന്ന് തോന്നേ. നല്ല സൗണ്ടിൽ തന്നെ കാണണം കുട്ടിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒച്ചപ്പാട്, ഒന്നും വിചാരിക്കേണ്ട. അപ്പം നമ്മൾ 3 പാക്ക് പൊടി ഇടാം. ഒരു പാക്ക് പൊടി അവിടെ നോട്ടല്ലേ, നമുക്ക് മീൻ വെക്കുന്നതിലൊക്കെ ഇട്ടെടുത്താൽ രസം ഉണ്ടാവുമോ? നമ്മളൊരു പാക്ക് ഇവിടെ നോട്ടെന്ന് പറഞ്ഞെന്താ പറയുക, നമുക്കിത് എക്സ്ട്രാ അതല്ലേ, ഇതും കൂടി ഇട്ട് കൊടുക്കണ്ടേ? അപ്പം നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് എന്ത് കളറാണ്? വേറൊരു കളർ തന്നെയാണ്. അപ്പം നമുക്കിത് തയ്യലുണ്ടാവില്ല, ആ പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇളക്കിയിട്ട് കാണാം. അപ്പം നമ്മൾ 4 പാക്കറ്റ് ഇട്ട് കൊടുത്ത്, നമ്മൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസം എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും അതിൻ്റേതായ അളവൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മളിടണ്ടേ, നല്ല ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനും മോനും കഴിക്കും കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി അമ്മ ചോറ് കഴിച്ച് പോയി കിടന്നു. അപ്പോൾ അവവും ഇറങ്ങി. അല്ലെങ്കിൽ അമ്മായിക്ക് മാഗി ഇഷ്ടം, അമ്മായി കഴിക്കും. ഇന്ന് എന്താ അറിയില്ല, അമ്മായി ചോറെടുത്ത് തിന്നു. അപ്പം അമ്മായി അറിഞ്ഞ് നിങ്ങൾ കഴിച്ചോളൂ, ഞാനൊക്കെ പോയി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ നൂഡിൽസ് വിളമ്പി. ഇത് നമ്മുടെ മോനാണ്, അവന് കൊണ്ട് കൊടുത്താലോ? നോവൻ ഇനി വേണം തിരഞ്ഞുണ്ട്. ഇനി നമ്മൾ ഇതഴിഞ്ഞും ബാക്കി. ഇനി നമുക്ക് കഴിക്കാലോ? ഇല്ല ഇല്ല, നല്ല രസമാണ്. രക്ഷ ബേബി പുറം ലോകം നോക്കുന്നു, നമ്മളെ ചെയ്യുക. അപ്പം നമുക്ക് മാഗി കഴിക്കാം. ഹലോ, നമ്മൾ മാഗി കഴിക്കാൻ പോവാണ്. കഞ്ഞുപോയി ഈ സ്റ്റാൻഡ് റെഡിയൊക്കെ പറ്റും. എൻ്റെ മുഖം കണ്ട് എനിക്ക് ഇങ്ങനെ നോക്കണം, എൻ്റെ സ്റ്റാൻഡ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് മാഗി വേണം അവിടെ ഉണ്ടോ. ഉപ്പാണ്. ഞാൻ ഇവിടുന്ന് സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. എൻ്റെ മോൻ കഴി വെച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാണ്ട് ഇത് പോവും. അപ്പോൾ പോവാൻ അപ്പോൾ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഇത് പണി വെച്ചൊരു രസമില്ല. ഞാൻ കഴിയോണ്ട് കിട്ടുന്നേട്ടോ. ചോറ് നന്നായിരുന്നുണ്ട്. ഇടുന്ന പോരാ. ഹലോ, അപ്പം നമ്മൾ നൂഡിൽസ് തിന്ന്
ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പുതിയ വിശേഷം അതാണ്. നമുക്കൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനാണ്, കുഞ്ഞു ഉണ്ണിക്കണ്ണനാണ് വന്നത്. എൻ്റെ മോള് ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ച് ഒരു ഉണ്ണിക്കണ്ണനെ കിട്ടിയതാണ്. അവർക്ക് പെൺകുഞ്ഞിനോട് ഏനി താല്പര്യം. അപ്പോൾ നമ്മളെ കണ്ണൻ അവർക്ക് ഒരു ഉണ്ണിക്കണ്ണനെ കൊടുത്തു. അപ്പോൾ അതിന് മിഠായി കേട്ടത് എല്ലാവരും കഴിച്ച് ബാക്കിയുള്ളതാണ്. നമുക്കൊന്ന് കഴിച്ചാലോ? നമ്മളും കഴിച്ചതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നൈറ്റാണ്. ഇപ്പം 8 മണി കൃത്യമായി. ഉണ്ണിയേട്ടന് ചപ്പാത്തി ചൂടണം. പൊടിയൊക്കെ കുഴച്ചത് രാവിലെ കുഴച്ച് വെച്ചതാണ് ബോക്സിൽ തന്നെ. അപ്പോൾ ഒരു 3 ചപ്പാത്തി ചുട്ടാതെ 3 രണ്ടെണ്ണം മതി. രാത്രി കുറേ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പം കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പം പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. പിന്നെ ഹലോ, അപ്പം നമ്മൾ എന്താണ് പറയാ, നമുക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറയാട്ടോ. അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാലോ. വെറുതെ ഇരിക്കല്ലേ? വീഡിയോ കാണാൻ റെഡിയാണോ? ഓക്കേ. നമ്മളെ ഫോണിന് എന്തോ ഒരു ചാഞ്ചാട്ടമുള്ള പോലെ ഒക്കെ ഉണ്ടല്ലേ. അപ്പം നമ്മളെ മോക്കൊരു ഉണ്ണിക്കണ്ണനെ കിട്ടി. അതിൽ നമ്മൾ ഹാപ്പിയാണ്. എൻ്റെ നാത്തൂനും ഹാപ്പിയാണ്, നാത്തൂൻ്റെ ഹസ്ബൻഡൊക്കെ ഹാപ്പിയാട്ടോ. എല്ലാവരും ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഹാപ്പിയാണ്. പിന്നെ എന്തൊക്കെയാ, നമ്മൾ എന്താ പറയാ, നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെല്ലാം കിട്ടിയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം നടന്നാലും നമ്മൾ ദൈവത്തിനെ മറക്കുമോ? ദൈവത്തിനെ നമ്മൾ മറക്കേയില്ല. അതൊക്കെ വിവരക്കേടുകൊണ്ട് തോന്നുന്നതായിരിക്കില്ല ആളുകൾക്ക്. അങ്ങനെ നമ്മൾ ദൈവത്തിന് എപ്പോഴും കൂടുതൽ ഓർത്തോർത്തേ ഇരിക്കും. എപ്പോഴും ദൈവത്തിനോട് നമ്മൾ കടപ്പെട്ടവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. നമുക്കെല്ലാം തന്നിട്ട് നമ്മൾ ദൈവത്തിനെ ഇട്ടേച്ച് പോവുക, ദൈവത്തിനെ ഓർക്കാതിരിക്കുക, ദൈവത്തിനെ മറന്നു പോവുക. അയ്യോ, അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യൂല കേട്ടോ. ആരും ചെയ്യൂല, ആരും ചെയ്യരുതെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മളതൊന്നും പറയാൻ അർഹതയുള്ളവരല്ല. കാരണം അവരാരെ കാര്യങ്ങൾ അവരാരെന്നെയാണ്. ദൈവത്തിനെ ഓർക്കണോ, പ്രാർത്ഥിക്കണോ, പിന്നെ എപ്പോഴും ദൈവത്തിൻ്റെ പാദങ്ങളിൽ നമിക്കുന്ന ആൾക്കാരെ നമ്മളെ എന്നും രാവിലെ പെരുമാരിയിലും പോയി കണ്ടിട്ട് പോയി തൊഴുത്ത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പുലർച്ചയ്ക്ക് നമ്മള് എങ്ങനെ ദൈവത്തിനെ കൊണ്ടുനടക്കണം നമ്മളല്ലേ. ഇതെനിക്ക് ഈ വീഡിയോയില് അത്യാവശ്യമായിട്ടും പറയേണ്ട കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അതൊക്കെ നെഞ്ഞത്തേക്ക് ഒരു കുത്തുകൊള്ളുന്ന വേദന പോലത്തെ വാക്കുകളാണ് അതൊക്കെ. അത് ആരെടുത്തും യൂസ് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് മറന്നു ആരെടുത്തും യൂസ് ചെയ്യാം. വിവരക്കേടിന്റെ വിവരമില്ലായ്മയിലാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. കുറേ നല്ലത് പറഞ്ഞ് ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആരൊന്നും പറഞ്ഞില്ല കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞതാണ്. എന്തൊക്കെയാ, ഹാപ്പിയായി എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഞാൻ കഴിയണോ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുന്ന ഒരാളാണ്. ഒരാൾ വേദനിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൺഡേ മൺഡേ ഞാൻ ഇവിടെ എൻ്റെ ഉള്ളിലടുത്ത് എൻ്റെ മക്കളെടുത്തേ പറയുള്ളൂ. ദേഷ്യം എന്തെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതപ്പോൾ തന്നെ കഴിഞ്ഞ് വേറെ അടുത്തും കാട്ടില്ല. പിന്നെ അമ്മയുടെ അടുത്തും വെറുതെ അമ്മ എന്തെങ്കിലും ഒന്ന് പറ്റാത്തതുണ്ടെങ്കിൽ പറയും. അത് പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞിട്ടോ. ആരെയും ഇന്ന് വരെ വേദനിപ്പിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചിട്ട് വിട്ടത് ആ ഒരു നന്മകളാണ്. അവർ തന്ന നന്മകളാണ്. കാരണം വെച്ചാൽ എൻ്റെ അമ്മ അങ്ങനെ ഒരാളാണ്, എൻ്റെ അച്ഛനും അങ്ങനെ ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാനും വളർന്നു. ഞാനും നല്ല എൻ്റെ ചേച്ചിമാർ രണ്ടാളും അങ്ങനെ തന്നെ വളർന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുടുംബത്തിൽ നല്ല പോലെ നിന്നിട്ട് പോകുന്നത്. കുടുംബത്തിനൊക്കെ സ്നേഹിക്കാൻ പറ്റണതും നമുക്കതുകൊണ്ടാണ്. അവർ തന്ന നല്ല നന്മകൾ
അവരെ മനസ്സിൽ നിന്ന് കിട്ടിയ നന്മകളാണ്. അവർ നമ്മളെ പഠിപ്പിച്ച് വിടുന്നതല്ല. അവരെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾ. അപ്പം അതുപോലെ തന്നെ നമ്മളെ മക്കളും ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഗുഡ് നൈറ്റ് പറയട്ടെ. സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. ഇനി 23-ാം തീയതി എൻ്റെ മോളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവളെ ഫ്രണ്ട് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരു ഒന്ന് കുറച്ച് കുഞ്ഞാഘോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ് പറയട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതന്നെയുള്ളൂ നമ്മളെ പ്രാർത്ഥന. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വന്നാൽ നമുക്കും നല്ലതാണ് അല്ലേ? നമുക്കിനി എന്ത് നല്ലത് വരാനാണ്? നമ്മളെ കുഞ്ഞുങ്ങളെ നന്മയാണ് നമ്മളെ നന്മ. അതാണ് ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ അവരെ മാത്രം ചിന്തിക്കുക, അവരെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, അവരെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറയാം. അതൊക്കെ മതി നമ്മളെ ലൈഫിൽ. അപ്പം ടാറ്റാ. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുന്നുണ്ട്. ലവ് യു. ഗുഡ് നൈറ്റ്. ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.